ഹായ് കൂട്ടുകാരെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ ഞങ്ങളുടെ വീഡിയോ ഒക്കെ? അപ്പം കഴിഞ്ഞ അടുക്കളത്തോട്ടം എന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്ഥലം നമ്മൾ പാട്ടത്തിന് മേടിച്ചിട്ടുണ്ട്. അമ്മ പാട്ടത്തിന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃഷി ഇറക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ സ്ഥലമാണ് കേട്ടോ ഇതേ. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ ആ സമയത്ത് വളമിടാൻ വേണ്ടിയിട്ട് അമ്മ വന്നേക്കുവാണേ. അപ്പോൾ എന്നോട് പറഞ്ഞു, പിള്ളേരോട് പറയണ്ട, എല്ലാം ഇങ്ങനെ തെളുത്ത് വരുന്നതേ ഉള്ളൂ, ചവിട്ടി ഒടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ആര് കേൾക്കാൻ, ആരോട് പറയാൻ, അവരെൻ്റെ പുറകെ തന്നെ വെച്ച് പിടിച്ചു. അപ്പം അമ്മ കാര്യമായിട്ടിരുന്ന് വളമിടുവാണേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്നെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നേ, സഹായിക്കാൻ പാടില്ലേ എന്നൊക്കെ വിചാരിക്കും. ഇമ്മാതിരി പണിയൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കില്ല കേട്ടോ. ആൾ തന്നെ ചെയ്യണം, എന്നാലേ തൃപ്തിയാവുള്ളൂ. കാരണം ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് ശ്രദ്ധയില്ല, പച്ചക്കറിയുടെ തണ്ട് വഴി നിങ്ങൾ വളമിടും, അപ്പോൾ എല്ലാം വാടിപ്പോവും, കരിഞ്ഞു പോവും, അത് കാരണം ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ വെള്ളം കോരിക്കൽ അങ്ങനത്തെയുള്ള പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ വളപ്പരിപാടിയൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിക്കൂലേ. അപ്പോൾ അമ്മ കാര്യമായിട്ടുള്ള പണിത്തിരക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് കുഴിയൊക്കെ കുത്തി മണ്ണിട്ട് മൂടിയൊക്കെ ചെയ്ത് നല്ല പരിപാടിയിലാണ്. അപ്പോൾ ഈ പലതരം കൃഷിയുണ്ട് കേട്ടോ. ഏതെല്ലാം ഉണ്ട് പച്ചക്കറികൾ, പിന്നെ ഒട്ടുമിക്കതും ഉണ്ട്. വെണ്ടയുണ്ട്, പിന്നെ പടവലമുണ്ട്, കയ്പയുണ്ട്, വെള്ളരിയുണ്ട്, പിന്നെ എന്നാ പയർ, ചീര, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം പിള്ളേരാണെങ്കിൽ ഇതെന്നെ നോക്കുന്നേന്നല്ല, എത്തി നോക്കുവാണേ. അപ്പോൾ ഈ ആണി കീറി അതിലെല്ലാം വെള്ളമുണ്ട്. അപ്പം കണ്ടോ, നല്ല തെള്ളി വെള്ളമാണേ. അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് കേട്ടോ നമ്മൾ പച്ചക്കറിക്കെല്ലാം ഒഴിക്കുന്നത്. അപ്പോൾ ഇവിടെ മീനൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കണ്ണിക്കുറി എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. ചെറിയ മീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ട സന്തോഷത്തിലാണ് അവർ. പിന്നെ ഞോറ്റിങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ എന്നോട് പരാതി പറയുവാണേ, അമ്മ കപ്പില്ല, തോർത്തില്ല, മീനെ പിടിക്കാൻ വേണ്ടി കപ്പും തോർത്തൊന്നും ഇല്ലെന്ന് പറയുവാണ്. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു, നമുക്ക് രാവിലെ വെള്ളം കോരാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പിടിക്കാമെന്ന് പറയും. അപ്പം എൻ്റെ മനസ്സിലൊക്കെ എന്താണേലും രാവിലെ വരുമ്പം പറയാതെ വരണം. കാരണം ഇവർ ഇതുവഴി ഓടിയൊക്കെ ചവിട്ടി ഓടിക്കുന്നുള്ള നല്ല പിന്നെ ഉദ്ദേശം തന്നെയാണ് കേട്ടോ. കാരണം അവരങ്ങനെ വിചാരിച്ച് ഓടുന്നൊന്നല്ല, പക്ഷേങ്കിൽ അവർക്ക് ആ ഒരു സന്തോഷം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പം ചീരയൊക്കെ ഇല്ലേ, അപ്പം പൊടിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവർ ശ്രദ്ധയില്ലാതെ ഓടി അതൊക്കെ ഒടിഞ്ഞു പോയില്ലേ. അപ്പോൾ ഇതാട്ടോ ചീരയെ. അപ്പോൾ ചീര ഇങ്ങനെ പൊടിച്ച് വന്നതേ ഉള്ളൂ, അവിടെ ഇവിടെയൊക്കെ പൊടിച്ച് വന്നേ ഉള്ളൂ. നമ്മൾ 2 സ്ഥലത്തായിട്ട് ചീര പാകിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു സ്ഥലത്ത് നന്നായിട്ട് തന്നെ പിടിച്ച് വരുന്നുണ്ട്. ഇത് വെള്ളരി കേട്ടോ. ഈ വളത്തിന് മുന്നേ നമ്മൾ പിന്നെ ചാരമൊക്കെ കൊണ്ടിട്ടു, അങ്ങനെ കുറച്ച് വളങ്ങളൊക്കെ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു കേട്ടോ. അപ്പോൾ കൈവളമൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാത്തത് അമ്മ. അപ്പം കണ്ടോ, എല്ലാം തളുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പം തന്നെ ഒരു സന്തോഷമാണേ. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷി ഇറക്കിയപ്പോൾ അത്യാവശ്യം നല്ല വിളവ് തന്നെ തന്നു. മണ്ണ് ചതിച്ചൊന്നുമില്ല കേട്ടോ ഞങ്ങളെ. അപ്പം അത്യാവശ്യം നല്ല വിളവൊക്കെ തന്നു. അപ്പോൾ ഈ പയറിനാണ് കേട്ടോ ഇങ്ങനെ കമ്പ് കുത്തി വെച്ചേക്കുന്നത്. പൊടിച്ച് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അമ്മ എല്ലാത്തിനും കമ്പ് കുത്തി വെച്ചേക്കും. എല്ലാത്തിനും തിരക്ക് കൂടുതലാണേ. അപ്പോൾ കണ്ടോ, എങ്ങനെ പറയാതിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് പിള്ളേരെ. അപ്പോൾ ഇതാണ് കേട്ടോ മറ്റൊരു ചീരയെ. ഇത് വയലറ്റും ചുമപ്പും കലർന്ന ഒരു കളർ, നല്ല കളറാണ് കേട്ടോ. പൊടിച്ച് വന്നത് കാണുമ്പോൾ തന്നെ നല്ല കളറാണ്. ഇതെൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണോ അതോ വൈകുന്നേരമായി, ഇരുടാവാറായി, ഇരുട്ടി വരുന്നു, അപ്പോഴേക്കും കണ്ടോ അത്ര ക്ലാരിറ്റി പോരാ. അപ്പം ഇതൊന്നും നല്ല കളറ്, ശരിക്കും കാണാൻ നല്ല കളറാട്ടോ. അങ്ങനെ കണ്ടോ നന്നായിട്ട് പൊടിച്ചിട്ടുമുണ്ടേ. ഇനി ഇതൊക്കെ പറിച്ച് നടണ്ടേ, വേറെ നടുവൊക്കെ വേണ്ടേ. ഇതൊക്കെ വെള്ളരി കേട്ടോ. അപ്പോൾ
വെള്ളരൊക്കെ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ, അത്യാവശ്യം. അതിൻ്റെ ഇടയ്ക്കേ കൂടിയൊക്കെ അമ്മ ഓരോരോ ചീരയും പിടിപ്പിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഓരോന്നോരോന്ന് വെച്ച് പിടിപ്പിച്ചേക്കുവാണേ. അപ്പോൾ ഈ മണ്ണ് കുറച്ച് നനഞ്ഞിരിക്കുന്ന കാണുന്നില്ലേ, അപ്പോൾ അതെന്നാണെന്നറിയോ, കൊച്ചാണെങ്കിൽ ഞങ്ങൾ വെള്ളം കോരാൻ വേണ്ടി ചെറിയൊരു ബക്കറ്റ് ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ ആ ബക്കറ്റ് എടുത്ത് അവൻ സത്യം പറഞ്ഞാൽ മീനെ പിടിക്കാൻ വേണ്ടി കോരിയതാണേ. അപ്പോൾ മീനൊന്നും കിട്ടിയുമില്ല, വെള്ളം ബക്കറ്റിലായതുകൊണ്ട് അവൻ കൊണ്ടുവന്ന് ഒഴിച്ചതാണ്. അപ്പോൾ അമ്മ പറയും അങ്ങനെ ഒഴിക്കല്ലേ, നമുക്ക് രാവിലെ വന്ന് ഒഴിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ബക്കറ്റൊക്കെ അവൻ അവിടെ ഇട്ട് അതെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുവാണ്. അപ്പോൾ അമ്മ പറയാണ് ചവിട്ടി ഓടിക്കല്ലേ എന്ന് പറയുവാണ്. എന്നിട്ട് എന്നോട് പറയാം രാവിലെ വരുമ്പോൾ പറയാതെ വരണം കേട്ടോ. രാവിലെ വരുമ്പോൾ നമുക്ക് അവർ എഴുന്നേക്കാൻ മുന്നേ നമുക്ക് വന്ന് ഒഴിക്കാവേന്നാണ് എന്നോട് പറയുന്നത്. അങ്ങനെ ശരിയാണ്, രാവിലെ അവർ എഴുന്നേക്കാൻ കുറച്ച് വൈകിപ്പോയി. അത് കാരണം നമ്മൾ അമ്മയും മകളും കൂടി ആഘോഷമാക്കുവാണ് ഇവിടെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്നെ രാവിലെ ഞാനൊരു പണിയും ചെയ്യത്തില്ലേന്നേ. അപ്പം ഒരു ട്രിപ്പ് എൻ്റെ വെള്ളമൊഴിയൊക്കെ കഴിഞ്ഞതാട്ടോ. അമ്മക്ക് പക്ഷേ അതൊന്നും തൃപ്തി പോരാ. അമ്മ പറയാം വളമൊക്കെ ഇട്ടതാണ്, അപ്പം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കോരി ഒഴിക്കുവാണേ. എന്നാൽ ശരി ആയിക്കോട്ടെ, അമ്മയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം, ഒഴിക്കട്ടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയെ. ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ? ഇനി അടുത്ത വീഡിയോ വിളവെടുക്കുന്നതും പച്ചക്കറി ഉണ്ടാകുന്നതൊക്കെ ആയിട്ട് വീഡിയോ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.